യെസ്, നമ്മളിന്നൊരു കിടിലൻ റൈഡിന് പോവുകയാണ് കേട്ടോ. റൈഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലൈമാക്സിൽ നമ്മളൊരു കിടിലൻ സ്ഥലത്താണ് ക്യാമ്പ് ചെയ്യുന്നത്. അപ്പോൾ റൈഡും ക്യാമ്പിങ്ങും ഒക്കെയാണ് ഇന്നത്തെ കിടിലൻ ട്രാവൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ റൈഡേഴ്സ് ആലുവ എന്ന് പറയുന്ന നമ്മുടെ ഇഷ്ടപ്പെട്ട കുറേ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പമാണ് നമ്മൾ റൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്കമാലിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു ശബരി ദ ട്രാവലർ. ശബരി വർക്കറയാണ്. ഹായ് தமிழ் நண்பர்கள், எப்படி இருக்கீங்க? எல்லாரும் நல்லா இருக்கலாம். அப்போ இன்றைக்கி நம்ம வந்து ஒரு ரைடு போக போகிறேன். ஓகே, യെസ്. അപ്പോൾ എല്ലാ വണ്ടികളും ദേ അങ്കമാലിയിൽ ഇങ്ങനെ നിരന്നിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 35 മുകളിൽ ബൈക്കുകളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്കമാലിയാണ് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ടീമിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നമ്മുടെ സോഹൻ ബായ് ആണ് ഈ ഒരു റൈഡിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഈ ഒരു റൈഡിൻ്റെ റൂട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കുന്ന ഒരു റൂട്ടാണ് കേട്ടോ. അതായത് അങ്കമാലിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഏഴാറ്റുമുഖം, ഏഴാറ്റുമുഖത്ത് നിന്ന് മലയാറ്റൂർ, മലയാറ്റൂരിൽ നിന്ന് കുട്ടമ്പുഴ, മാമലക്കണ്ടം വഴി നേര്യമംഗലം, മുടിപ്പാറ. ഇതാണ് നമ്മുടെ റൂട്ട് വരുന്നത്. അപ്പോൾ രാവിലെ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും ഈവനിങ് ആവും അവിടെ എത്താനായിട്ട്. ആകാശത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട് എന്നാൽ ഭൂമിയിലെത്താതെ ആകാശത്തിലും ഭൂമിയിലും അല്ലാതെ നിൽക്കുന്ന ഒരു പാലത്തിൻ്റെ അരികിലേക്കാണ് ഞങ്ങൾ ആദ്യം എത്തിയത്. പാലത്തിന് അടിയിലൂടെ ഒഴുകുന്നത് നമ്മുടെ മനോഹരമായിട്ടുള്ള ചാലക്കുടി പുഴയാണ്. അപ്പോൾ ആ പുഴയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ടാണ് എല്ലാവരും ഈ തൂക്കുപാലത്തിൻ്റെ മുകളിലേക്ക് കയറുന്നത്. എന്നാൽ എന്നിൽ ഏറ്റവും കൗതുകം ഉയർത്തിയത് ഈ സ്ഥലത്തിൻ്റെ പേരാണ്, ഏഴാറ്റുമുഖം. എന്തായിരിക്കും? 7 ആറുകളുടെ സംഗമമാണോ, 7 ആറുകളുടെ മുഖമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ എന്നിൽ ബാക്കി വെച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ അത് അന്വേഷിച്ചു. ആനമല മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് 144 കിലോമീറ്റർ സഞ്ചരിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നമ്മുടെ ചാലക്കുടി പുഴ ഇവിടെ വെച്ച് 7 ആയിട്ട് പിരിയുന്നു. ഒപ്പം ഇവിടെ വെച്ച് തന്നെ വീണ്ടും ഒന്നിക്കുന്നു. ആ ഒരു പ്രത്യേകത കാരണമാണത്രേ ഈ പ്രദേശത്തിന് ഏഴാറ്റുമുഖം എന്ന പേര് നൽകിയത്. അപ്പോൾ എന്തായാലും അടുത്ത ആതിരപ്പള്ളി യാത്രയിൽ ചാലക്കുടി പുഴയുടെ 7 മുഖങ്ങൾ കാണാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ യാത്ര വീണ്ടും അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. അവിടെ നിന്നും പിന്നീടുള്ള റൈഡെന്ന് പറയുന്നത് വളരെയേറെ ആനകളെ കാണാൻ സാധിക്കുന്ന നമ്മളെ പ്ലാന്റേഷൻ വഴി കല്ലാല എസ്റ്റേറ്റിലൂടെ മലയാറ്റൂർക്കായിരുന്നു. നട്ടുച്ചയ്ക്ക് നല്ല വെയിലത്ത് ആനയെ കാണാൻ പുറപ്പെട്ടാൽ ഒരു ആനയും കാണാൻ പറ്റില്ലെന്നുള്ളത് വീണ്ടും തെളിയിച്ചു. മലയാറ്റൂരൊക്കെ വരുന്നവർക്ക് അല്ലെങ്കിൽ മലയാറ്റൂരൊക്കെ പാസ് ചെയ്ത് പോകുന്നവർക്ക് ഉച്ചയ്ക്ക് നല്ലൊരു ഊണ് കഴിക്കണമെങ്കിൽ ദേ ഇവിടെ വന്നാൽ മതി. മാതാ ഹോട്ടൽ. സാധാരണ നമ്മൾ ഹോട്ടലുകളിലൊക്കെ കയറുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത് ഈ കൂട്ടുകറികളായിരിക്കും. അതെന്തിനോ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എണ്ണം തയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു മാതാ ഹോട്ടലിലെ കൂട്ടുകറികൾ. അതുകൊണ്ട് തന്നെ ആ കൂട്ടുകറികളും സാമ്പാറും മോരും ഒക്കെ കൂട്ടി ഒരു നല്ല ഊണ് കഴിച്ചു. ഇനി ഫാമിലി ആയിട്ട് വരുന്നവർക്കും ഇവിടെ വാഷ്റൂമൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ധൈര്യമായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇവിടെ കയറി കഴിക്കാമെന്നുള്ളതാണ്. മലയാറ്റൂരിൽ നിന്നും പിന്നീട് നമ്മൾ പോയത് നേരെ പാണങ്കുഴി, കുട്ടമ്പുഴ, മാമലക്കണ്ടം വഴി നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ മുടിപ്പാറയിലേക്കായിരുന്നു. അങ്കമാലിയിൽ നിന്നും ഏകദേശം ഒരു 120 കിലോമീറ്റർ റൈഡ് ചെയ്ത് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും മുടിപ്പാറയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ചില സ്ഥലങ്ങൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ മൂഡ് അങ്ങ് ചേഞ്ച് ചെയ്തോളാം. അതായത് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കും, പക്ഷേ നമ്മളെല്ലാവരെയും ഒരേ മൂഡിൽ ഒരേ വൈബിലങ്ങ് ആക്കി തീർക്കും. അതാണ് ഈ സ്ഥലത്തിൻ്റെയും ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ. ആ ഒരു രാത്രി വൈബിലേക്ക് നമ്മളെല്ലാവരും ഒരുമിച്ചങ്ങ് നടന്ന് കയറി എന്നുള്ളതാണ്. രാത്രിയായപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ വന്നു തുടങ്ങി. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വീശി അടിക്കുന്ന ചെറിയ ഒരു തണുത്ത കാറ്റാണ് കേട്ടോ. അതിങ്ങനെ നമ്മൾ തഴുകി പോകുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞാലല്ല, അതിവിടെ വന്ന് ഫീൽ ചെയ്യണം കേട്ടോ. ആ കാറ്റിങ്ങനെ നമ്മളെ രോമങ്ങളെയൊക്കെ തഴുകി പോകുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ.
അതായത് വർഷങ്ങൾക്കൊക്കെ മുന്നേ നമ്മളൊക്കെ ട്രാവൽ ചെയ്യും, കുറേ സ്ഥലങ്ങളൊക്കെ കാണും, നേരത്തെ റൂമിൽ വരും, ഫുഡ് കഴിക്കും, കിടന്നുറങ്ങുമല്ലേ. എന്നാൽ ഇത്തരം ക്യാമ്പിങ്ങുകൾ വന്നതോടുകൂടി ആ ട്രിപ്പിങ്ങിൻ്റെ പാറ്റേണെ മാറി. അതായത് ഏറ്റവും വൈബ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത്തരം ക്യാമ്പുകളിലെ രാത്രിയാണ്. പ്രത്യേകിച്ച് മ്യൂസിക്കും ലൈറ്റും പിന്നെ ഒപ്പം പാട്ടും ഡാൻസും ക്യാമ്പ് ഫയറും എല്ലാം കൂടെ ടോട്ടൽ മൂടെ അങ്ങ് മാറുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ സംഭവിച്ചത് കേട്ടോ. അധികം താമസിക്കാതെ തന്നെ നമ്മൾ കലാപരിപാടികളിലേക്കൊക്കെ കടന്നു. നമ്മുടെ ക്യാപ്റ്റൻ, അതായത് ഈ ഗ്രൂപ്പിന്റെ ക്യാപ്റ്റനായിട്ടുള്ള നമ്മുടെ സക്കീർ അത്യാവശ്യം നല്ലൊരു കലാകാരനാണ്, അത്യാവശ്യം നല്ലൊരു പാട്ടുകാരനാണ്. അപ്പോൾ സക്കീറിന്റെ പാട്ടോട് കൂടി നമ്മൾ അങ്ങോട്ട് ആരംഭിച്ചു എന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ രാത്രിത്തെ മൂടെന്ന് പറയുന്നത്. എല്ലാ ബഹളങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ചെറിയ കാറ്റിൻ്റെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കാറ്റ് ഇപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ തണുപ്പത്ത് ടെൻറ്റിനുള്ളിലേക്ക് കയറിയാലോ. ഇനി ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് നാളെ രാവിലെ ആസ്വദിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. യാത്രകളിലെ ഓരോ സ്ഥലങ്ങളുടെയും മോർണിംഗ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു മോർണിംഗ് ആണ് ഇവിടെ. സാധാരണ നമ്മൾ യാത്രകളിലൊക്കെ പോകുമ്പോൾ ഒന്നെങ്കിൽ കിളികളുടെ സൗണ്ട് അല്ലെങ്കിൽ കോഴി കൂവുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടായിരിക്കും നമ്മൾ എഴുന്നേക്കുന്നത്. ഞാൻ ഇന്നിവിടെ രാവിലെ എഴുന്നേറ്റത് വേറെ കുറച്ച് സൗണ്ട് കേട്ടിട്ടാണ് കേട്ടോ. നോക്കിയപ്പോൾ ഇവിടെ ഒരു ബോഡി ഷോ നടക്കുകയാണ്. അതെന്തായാലും രാവിലത്തെ കാഴ്ച വളരെ വ്യത്യസ്തമായി പോയെന്ന് തന്നെ പറയേണ്ടി വരും. ഇത് കണ്ടപ്പോൾ എനിക്കും വളരെ സന്തോഷമായി കേട്ടോ. കാരണം ഞാനിപ്പോൾ ജിമ്മിലൊക്കെ പോയി കുറച്ച് മലയൊക്കെ കയറാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയെ കണക്കൊക്കെ ഇനി എന്നും നമുക്ക് ബോഡി ആവുമെന്തോ. യെസ്, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏരിയൽ വ്യൂ ഒന്ന് കണ്ടാലോ. അടിപൊളിയായിരിക്കും. വാവ്, അമേസിങ്. ആക്ച്വലി നമ്മൾ ഇവിടെ നിന്നപ്പോൾ വിചാരിച്ചില്ല ഇത്രയും കിടിലം ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളത്. ശരിക്കും നമ്മളൊരു എഡ്ജിലാണ് കേട്ടോ. ഈ ക്യാമ്പ് വരുന്നത് എഡ്ജിലാണ്. അപ്പോൾ ഈ ക്യാമ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് നമ്മുടെ മുടിപ്പാറ എന്ന് പറയുന്ന സ്പോട്ടാണ്. മുടിപ്പാറയിലെ ക്യാമ്പ് ലൈറ്റ്സ് എന്ന് പറയുന്ന ക്യാമ്പിലാണ് നമ്മളുള്ളത്. ആക്ച്വലി ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാച്ചിലേഴ്സിനാണെങ്കിലും അതുപോലെ ഫാമിലി ആയിട്ട് വന്നാലും രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള പ്രൈവസി കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇതിപ്പോൾ ഈ എഡ്ജിൽ നമുക്ക് ബാച്ചിലേഴ്സിനായിട്ടുള്ള കുറേ ടെൻസ് ആണ് കേട്ടോ. ഇനി ലാസ്റ്റ് കപ്പിൾസിനായിട്ടുള്ള ഒരു ടെൻ്റ് ഉണ്ട്. ദെൻ ഫാമിലി ആയിട്ട് വന്നാൽ അവർക്ക് ഇത് ഇവിടെ അടിപൊളി ഒരു സെറ്റപ്പ് ഉണ്ട്. ഒരുപാട് ഫാമിലീസ് മാത്രം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ക്യാമ്പിംഗ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ അവരവരുടെ പ്രൈവസി കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് നമ്മുടെ ഈ മുടിപ്പാറയിലെ ക്യാമ്പ് ലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്നൊരു ട്രെക്കിങ്ങിന് പോവുകയാണ്. സൺറൈസ് കാണാൻ പറ്റുന്ന ഒരു കിടിലം വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടത്തേക്ക് നമ്മളൊരു ചെറിയ ട്രെക്കിങ്ങിന് പോവുകയാണ്. ശരിക്കും ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇവിടെ നിറയെ ഇതേപോലത്തെ മലനിരകളാണ് കേട്ടോ. ആ ചുറ്റപ്പെട്ട മലനിരകളിൽ ഒരു മലയിലാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നടന്ന് ആ മലയുടെ വേറെ എൻഡിൽ വന്നിരിക്കുക. ഇവിടെയൊക്കെ വൈകുന്നേരം വന്നിരിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് രാവിലെയൊക്കെ തന്നെ ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. വൈകുന്നേരം ഇവിടെ പ്രത്യേക ഒരു ക്ലൈമറ്റ് ആയിരിക്കും. സൂര്യൻ നമ്മളെ പറ്റിക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ആക്ച്വലി സൺറൈസ് കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം ക്ലൗഡ്സ് സൂര്യനെ അങ്ങനെ മറച്ചു പിടിച്ചിരിക്കുക. അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സൂര്യൻ നമ്മളെ പറ്റിച്ചു. അതായത് ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് വിസിബിൾ ആയത്. ക്ലൗഡ്സൊക്കെ അതിനെ മറച്ച് പിടിച്ചിരുന്ന കാരണം നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു സൺറൈസ് കണ്ടില്ല. അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ മേ ബി നിങ്ങൾക്കൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ഇവിടെയും ഒരു നൈസ് സ്പോട്ടാണ്. നമുക്ക് വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ. നമ്മളോടൊപ്പം സൺറൈസ് കാണാനായിട്ട് ഈ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് എവിടെയൊക്കെ പോയി സൺറൈസ് കാണാൻ പറ്റുമെന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ആകെ കേട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്നതും ഒരു കന്യാകുമാരിയിലെ സൂര്യോദയം മാത്രമാണല്ലേ. അന്നൊക്കെ ട്രിപ്പ് തന്നെ വളരെ വിരളമായിരുന്നു. ആകെ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്ന എക്സ്കർഷന് കൊണ്ടുപോകുന്ന ഒരു ട്രിപ്പ് മാത്രമാണ് എല്ലാവരുടെയും മനസ്സിലെ ട്രിപ്പെന്ന് പറയുന്നത്.
ഇന്ന് ആ കാലഘട്ടമൊക്കെ മാറി എന്നുള്ളതാണ്. അപ്പോൾ അന്ന് അതിൽ എക്സ്കർഷന് പോകാൻ പോലും കാശില്ലായിരുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരു 3-4 വർഷം മുന്നേ ഞാൻ ഇവിടെ വരുമ്പോൾ ഈ മലകളൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ ടയേർഡായി കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ തീർന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്ഥലത്തും വെള്ളം കിട്ടാനില്ല. അങ്ങനെ ദേ ഈ ഒരു വീട്ടിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. അപ്പോൾ വെള്ളം വേണോ ചായ വേണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഈ വീട്ടുകാരെ പരിചയപ്പെട്ടു. ചേട്ടായി പോയാ? എവിടെ പോയി ചേട്ടായി? അച്ഛനെ ചേട്ടായി എന്നാണോ വിളിക്കുന്നത്? അന്ന് ഈ ലേഡി ക്യാരിയിങ് ആയിരുന്നു. അപ്പം ഞാൻ ഇന്നലെ വന്നപ്പോൾ നോട്ടീസ് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ വീടിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു ഷോപ്പൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ ഇനി ആവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കയറി ഒന്ന് പരിചയം പുതുക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. 3 വർഷമായി. രണ്ടാമത്തെ അന്ന് പ്രഗ്നന്റ് ആയിരുന്നു, ഇപ്പൊ കൊച്ചായി. കൊച്ചിന് 3 വയസ്സായി. ഞാൻ വീണ്ടും അനുവിന്റെ ക്യാമ്പിൽ വന്നതാ. ഇന്നലെ വന്നു. അപ്പൊ നമ്മള് പണ്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു വന്നതാണല്ലോ നിങ്ങളുടെ അടുത്ത്. ആ ഒരു ഓർമ്മയിൽ ഒരു വെള്ളം കൂടെ കുടിച്ചിട്ട് പോകാതിരിച്ചു. എൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ യാത്ര ചെയ്തിരിക്കുന്ന വഴിയിൽ കണ്ട ഒരു മുഖങ്ങളെ ഞാൻ മറക്കാറില്ല. പ്രത്യേകിച്ച് എന്നെ നോക്കി ചിരിച്ച, അല്ലെങ്കിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ച, അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഞാൻ മറക്കാറില്ലെന്നുള്ളതാണ്. അത് വീണ്ടും ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ അവരെ അന്വേഷിക്കാറുണ്ടെന്നുള്ളതാണ്. നല്ല വെള്ളയപ്പവും കടലക്കറിയും. ഇത് ഈ ഒരു ആംബിയൻസ് ഇരുന്ന് കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലിരുന്ന് ഒന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ കേട്ടോ. ഒന്നും പറയാനില്ല മക്കളെ, നല്ല കിടു ലൊക്കേഷൻ, നല്ല കിടു കാറ്റ്. രാവിലെ തണുത്ത കാറ്റിങ്ങനെ അടിച്ച് കയറുമ്പോട്ടല്ലോ വേറൊരു ഫീലാണ്. നമ്മുടെ സമയം കഴിഞ്ഞ് 11 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോകണം. അത് വലിയ സങ്കടമുള്ള കാര്യമാണ്. ഇനി അത് ഒരു വേർപിരിയൽ പോലെ സങ്കടം അല്ലേ? എന്തായാലും നിങ്ങൾ സേഫായിട്ട് വീട്ടിലേക്ക് എത്തണം. ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ റൈഡിൽ ഇന്നലെ നമ്മൾ അടുത്ത നമ്മുടെ യാത്ര പറച്ചിലിൻ്റെ സമയമായി കേട്ടോ. ആക്ച്വലി ഇവരുടെ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ, ഒരു ബെസ്റ്റ് റൈഡറിനും അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് പാർട്ടിസിപ്പൻറ്റിനും ചെറിയൊരു അവാർഡൊക്കെ ഉണ്ട്. അപ്പോൾ റൈഡറിൻ്റെ അവാർഡ് ഇന്നലെ രാത്രി തന്നെ കൊടുത്തു. പുള്ളിക്ക് പോകുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് കൊടുത്തായിരുന്നു. ഇപ്പോൾ ബെസ്റ്റ് പാർട്ടിസിപ്പൻറ്റിനുള്ള അവാർഡ് കൊടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ ബെസ്റ്റ് പാർട്ടിസിപ്പൻറ്റിനുള്ള അവാർഡാണ്. അത് കിട്ടിയിരിക്കുന്നത് ഈ ഗ്രൂപ്പിലെ ഏക നോൺ മലയാളിയായിട്ടുള്ള ചന്ദനാണ്. ചന്ദൻ കാർവാറുകാരനാണ്. അപ്പോൾ ചന്ദൻ എന്തായിരിക്കും അത് കിട്ടിയത്? ഇത്രയും മലയാളികൾക്കില്ലാത്ത എന്തോ ഒരു ക്വാളിറ്റി ചന്ദനുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്തായാലും റൈഡേഴ്സ് ആലുവ ഇവിടെ നിന്ന് പിരിയാൻ പോവുകയാണ്. അപ്പോൾ ഈ റൈഡേഴ്സ് ആലുവയുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗമാവണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കാം. ഇതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അതുപോലെ ഈ ഒരു സ്പോട്ട് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുടിപ്പാറ എന്ന് പറയുന്ന സ്പോട്ടാണിത്. മുടിപ്പാറയിലെ ക്യാമ്പ് ലൈറ്റ്സ് എന്ന് പറയുന്ന ക്യാമ്പാണ്. നൈസ് വൈവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ക്ലൈമറ്റും അതുപോലെ ആംബിയൻസും ഒക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിൻ്റെയും കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമ്പിംഗ് ആണ് ഇവിടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ തൽക്കാലം പിരിയുകയാണ്. വീണ്ടും അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം.